An application of Wilson's theorem. Example 7.2. Let p be a prime and any positive integer. Prove that np factorial divided by n factorial into p raised to n congruent to minus 1 raised to n mod p. Okay, സൊല്യൂഷനിലേക്ക് പോവാം. അപ്പം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുകയാണ്. ഒരു ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇൻറ്റിജർ കോൺഗ്രുവൻ്റ് 1 മോഡുലോ പി. ഓക്കെ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, അത് കോൺഗ്രുവൻ്റ് 1 മോഡ് ബി ആണ്. ദെൻ ബൈ വിൽസൺസ് തിയറം എ ഇൻറ്റു എ പ്ലസ് 1 ഇൻറ്റു എക്സെട്ര എ പ്ലസ് പി മൈനസ് 2 ഇത്ര എണ്ണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇനി എ കോൺഗ്രുവൻ്റ് 1 മോഡ് ബി ആണെങ്കിൽ എ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 റിമൈൻഡർ ചെയ്യുന്നത്. അപ്പോൾ എ പ്ലസ് 1നെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആയിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പം മോഡ് പിയിൽ ഈ പ്രോഡക്റ്റ് എങ്ങനെ വരും? ആദ്യത്തെ 1, രണ്ടാമത് 2, ഏറ്റവും അവസാനം എ കോൺഗ്രുവൻ്റ് 1. അപ്പോൾ 1 പ്ലസ് പി മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോൺഗ്രുവൻ്റ് പി മൈനസ് 1 ആണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് പിയിൽ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര അപ് ടു പി മൈനസ് 1 ആണ് മോഡ് പിയിൽ അത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളത് കോൺഗ്രുവൻ്റ് പി മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി പി മൈനസ് 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻ്റ് മൈനസ് 1 മോഡ് പി എന്ന് നമ്മൾ വിൽസൺസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. പി ഇസ് എ പ്രൈം ദെൻ പി മൈനസ് 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻ്റ് മൈനസ് 1 മോഡ് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ അതർ വേർഡ്സ്, the product of the p minus 1 integers between any two consecutive multiples of p is congruent to minus 1 modulo p. അപ്പം പ്രോഡക്റ്റ് ഓഫ് ദി p minus 1 integers between any two consecutive multiples of p. അപ്പോൾ പിയുടെ രണ്ട് മൾട്ടിപ്പിൾസിൻ്റെ ഇടയിൽ എത്ര പ്രോഡക്റ്റ് ഉണ്ട്? In other words, the product of the p minus 1 integers between any two consecutive multiples of p is congruent to minus 1 മോഡുലോ p. ഈ എയിനെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് പിയുടെ ഒരു മൾട്ടിപ്പിളിന് തൊട്ട് ശേഷം വരുന്നതാണ്. ഇപ്പം പി ആണെങ്കിൽ പീനെ നമ്മൾ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തേക്ക് പി പ്ലസ് 1നെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ പോയി 2pനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ ഓഫ് പിക്ക് ശേഷം വരുന്ന ആളാണ് ഈ എ ഇൻറ്റു എ പ്ലസ് 1 ഇൻറ്റു എക്സെട്ര അപ് ടു എ പ്ലസ് പി മൈനസ് 2 കോൺഗ്രുവൻ്റ് നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി? മൈനസ് 1 മോഡ് ബി എന്ന് കിട്ടി. അപ്പം ഈ എ പ്ലസ് പി മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞത്? കോൺഗ്രുവൻ്റ് പി മൈനസ് 1 എന്നല്ലേ പറഞ്ഞത്? എയുടേത് 1ഉം പ്ലസ് പി മൈനസ് 2 ചേരുമ്പം നമുക്ക് പി മൈനസ് 1 കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? പി ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എയും എ പ്ലസ് 1 മുതൽ എ പ്ലസ് പി മൈനസ് 2 വരെയുള്ള നമ്പേഴ്സ് പിയുടെ രണ്ട് മൾട്ടിപ്പിൾസിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സാണ്. അപ്പം അതിൻ്റെ പ്രോഡക്റ്റ് കോൺഗ്രുവൻ്റ് മൈനസ് 1 മോഡ് ബി എന്നാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ദെൻ എൻ പി ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു പി റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ പി ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ഇനി എൻ ഫാക്ടോറിയൽ ഇൻറ്റു പി റേസ് ടു എന്നിനെ നമുക്ക് എൻ ഫാക്ടോറിയലിനെ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര അപ് ടു എൻ എന്ന് കാണിക്കും. ആ ഓരോന്നിൻ്റെയും കൂടെ ഓരോ പി കൊടുക്കും. അപ്പോൾ 1 ഇൻറ്റു പി, 2ൻ്റെ കൂടെ 2 ഇൻറ്റു പി, 3ൻ്റെ കൂടെ 3 ഇൻറ്റു പി, എക്സെട്ര അപ് ടു എൻ്റെ കൂടെ n ഇൻറ്റു പി എന്ന് വരും. ഈക്വൽ ടു പൈ ഇൻറ്റു ഈക്വൽ ടു ഇതിനെ പ്രോഡക്റ്റ് പൈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈ ആർ ഈക്വൽ ടു. അപ്പം എന്താ സംഭവിച്ചതെന്ന് വന്നു കഴിഞ്ഞാൽ താഴെ ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ ബി ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ പി ഇൻറ്റു 2p ഇൻറ്റു 3p ഇൻറ്റു എക്സെട്ര എൻ ബി ഇങ്ങനെയല്ലേ. ഇപ്പോൾ മുകളിലുള്ളതിനെ നമുക്ക് എൻ പി വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് മേളിലുള്ള. അപ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര പി ഇൻറ്റു പി പ്ലസ് 1 ഇൻറ്റു എക്സെട്ര 2p മൈനസ് 1 ഇൻറ്റു 2p ഇൻറ്റു 2p പ്ലസ് 1 അങ്ങേ അറ്റത്ത് പോയി എൻ പി വരെ വന്നിട്ടുണ്ട്. ഹോൾ ഡിവൈഡഡ് ബൈ പി ഇൻറ്റു 2p ഇൻറ്റു 3p ഇൻറ്റു എക്സെട്ര എൻ പി വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ താഴെയുള്ള പിയുടെ മൾട്ടിപ്പിൾസ് എല്ലാം മുകളിലത്തെ ആ ന്യൂമറേറ്ററിനകത്തിൽ പിയുടെ മൾട്ടിപ്പിൾസുമായിട്ട് ക്യാൻസൽ ചെയ്തു പോകുന്നു. അതിനുശേഷം വരുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ താഴെ ഇനി ഒന്നും റിമെയിൻ ചെയ്യുന്നില്ല. അതെല്ലാം നമ്മുടെ ന്യൂമറേറ്ററിലുള്ള അതേ നമ്പേഴ്സുമായിട്ട് ക്യാൻസൽ ചെയ്തു പോകും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര അപ് ടു പി മൈനസ് 1, അതിനുശേഷം വന്നിരിക്കുന്ന പി പ്ലസ് 1 ഇൻറ്റു എക്സെട്ര അപ് ടു 2p മൈനസ് 1, അതിനുശേഷം വന്നിരിക്കുന്ന അങ്ങനെ പോയി ഏറ്റവും ലാസ്റ്റ് എൻ പി വരെ ക്യാൻസൽ ചെയ്യുമ്പോൾ എൻ പി മൈനസ് 1 വരെ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക്
ഈ എഴുതിയിരിക്കുന്ന അത് തന്നെയാണോ ആ റൈറ്റ് സൈഡിലുള്ള പ്രോഡക്റ്റ് എന്ന് നോക്കാം. പൈ ആർ ഈക്വൽ ടു 1 to n r-1 p ഇൻറ്റു പി പ്ലസ് 1 അങ്ങനെ പ്രോഡക്റ്റ് എടുത്ത് പോയി ഏറ്റവും ലാസ്റ്റ് r-1 ഇൻറ്റു പി പ്ലസ് പി മൈനസ് 1 വരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആർ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? 0p പ്ലസ് 1 ഇൻറ്റു എക്സെട്രാ അപ് ടു 0p പ്ലസ് പി മൈനസ് 1 വരും. ആദ്യത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്രാ അപ് ടു പി മൈനസ് 1 വരെ വരും. അതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് ആറിന് 2 കൊടുക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ 2 മൈനസ് 1 1 കിട്ടും. അപ്പോൾ പി പ്ലസ് 1 തൊട്ട് അങ്ങേ അറ്റത്ത് പോയാൽ 2p മൈനസ് 1 വരും. അങ്ങനെ പോയി 2p പ്ലസ് 1 ഇൻറ്റു എക്സെട്രാ അപ് ടു 3p മൈനസ് 1 വരും. ഏറ്റവും ലാസ്റ്റ് ആറിന് n കൊടുക്കുമ്പോൾ n മൈനസ് 1 ഇൻറ്റു പി പ്ലസ് 1 മുതൽ അങ്ങേ അറ്റത്ത് n മൈനസ് 1 ഇൻറ്റു പി പ്ലസ് പി മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ. കോൺഗ്രുവൻറ്റു പൈ ആർ ഈക്വൽ ടു 1 to n p മൈനസ് 1 ഫാക്ടോറിയൽ മോഡ് പി. ഓക്കെ. ഈ എഴുതിയിരിക്കുന്ന രണ്ടും ഈക്വൽ എന്ന ആ ഒരു സ്റ്റെപ്പ് കാണിച്ചിരിക്കുന്നത്. നമ്മളിനി തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പ് ആയ ഇതിൻ്റെ ബാക്കി വരുന്നത് ഇവിടെയാണ്. ഇത്രയും ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ വരുന്നു എന്ന് ഞാൻ എഴുതിയിരിക്കുക. ഇത് രണ്ടും സെയിം ആണെന്ന് കാണിച്ചിരിക്കുക. ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളത് പ്രോഡക്റ്റ് എടുത്ത് ഇവിടെ ഇത് രണ്ടും പ്രോഡക്റ്റ് രണ്ട് സെയിം ആവുന്ന എങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ആ പ്രോഡക്റ്റിനെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈക്വൽ ടു പൈ ആർ ഈക്വൽ ടു 1 to n p മൈനസ് 1 ഫാക്ടോറിയൽ മോഡ് പി എന്ന് എഴുതാം. അതെങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആദ്യത്തെ ആ ഒരു ലൈനിൽ നോക്കാം. ആ പ്രോഡക്റ്റ് നോക്കിയാൽ നമുക്ക് 0p എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്നില്ല, 1 ആണ്. 1 ഇൻറ്റു എക്സെട്രാ അപ് ടു പി മൈനസ് 1 വരെ ഉള്ളത്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ അത് പി മൈനസ് 1 ഫാക്ടോറിയൽ. അടുത്ത സ്റ്റെപ്പിൽ പി പ്ലസ് 1 തൊട്ട് 2p മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയുടെ രണ്ട് മൾട്ടിപ്പിൾസിന് ഇടയിലുള്ള നമ്പേഴ്സ്. പിന്നെ വരുന്നത് 2p പ്ലസ് 1 മുതൽ 3p മൈനസ് 1 വരെ ഉള്ളത്. അങ്ങനെ പോയി n മൈനസ് 1 ഇൻറ്റു പി പ്ലസ് 1 മുതൽ n മൈനസ് 1 ഇൻറ്റു പി പ്ലസ് പി മൈനസ് 1 വരെ. ഓക്കെ. ഇത്ര, അതായത് പിയുടെ രണ്ട് മൾട്ടിപ്പിൾസിന് ഇടയിലുള്ള നമ്പേഴ്സാണ് ഓരോ ലൈനിലും വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ആ നമ്പേഴ്സ് കോൺഗ്രുവൻറ്റ് ടു പി മൈനസ് 1 ഫാക്ടോറിയൽ മോഡ് പി നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഓരോ ലൈനിലും കിട്ടുന്ന കോൺഗ്രുവൻറ്റ് ടു പി മൈനസ് 1 ഫാക്ടോറിയൽ മോഡ് പി ആണ്. അപ്പോൾ ഇത് എത്ര ടൈംസ് വരുന്നുണ്ട്? ആർ ഈക്വൽ ടു 1 മുതൽ n വരെ ഓരോന്നിനും ഇത് വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ പൈ ആർ ഈക്വൽ ടു 1 to n അതിന് മാറ്റമില്ല. പി മൈനസ് 1 ഫാക്ടോറിയൽ മോഡ് n ഈക്വൽ ടു പൈ ആർ ഈക്വൽ ടു 1 to n പി മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രുവൻറ്റ് മൈനസ് 1 മോഡ് പി എന്ന് നമുക്കറിയാം. ഇനി ഇത് n ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. കാരണം ഓരോ ലൈനിലും ആർ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് ലൈൻ, ആർ ഈക്വൽ ടു 2 കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് ലൈൻ, ഓരോ ലൈനിലും നമുക്ക് അത് കോൺഗ്രുവൻറ്റ് ടു പി മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ആ ഓരോ ലൈനിനും അപ്പോൾ അത് കോൺഗ്രുവൻറ്റ് ടു മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ എത്ര ടൈംസ് വരുന്നുണ്ട്? നമുക്ക് n ടൈംസ് വരുന്നുണ്ട്. കോൺഗ്രുവൻറ്റ് ടു മൈനസ് 1/n മോഡ് പി എന്ന് കിട്ടും. റിമാർക്ക്: ഇൻ പർട്ടിക്കുലർ ലെറ്റ് p is equal to 5 and n is equal to 46, then np factorial divided by n factorial into p raised to n is equal to 230 factorial divided by 46 factorial into 5 raised to 46 congruent to minus 1 raised to 46 congruent to 1 mod 5. അടുത്തൊരു റിമാർക്ക് നോക്കാം. നമ്മളിപ്പോൾ ഈ കണ്ട ആപ്ലിക്കേഷനിൽ പിക്കും എന്നിനും വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് എന്താവും നോക്കുവാണ്. In particular, let p is equal to 5 and n is equal to 46, then np factorial divided by n factorial into p raised to n is equal to 230 factorial divided by n into n p യുടെ ചെയ്യുമ്പോൾ 230 വരും, divided by 46 factorial into 5 raised to 46 congruent to അത് നമ്മൾ പഠിച്ചിട്ട് മൈനസ് 1 raised to 46 എന്ന് കിട്ടും. അത് congruent to 1 mod p ആണ്, mod 5 ആണ്. In 1957, F.G. Elston of New York generalized Wilson's തിയറം. വിൽസൺസ് തിയറത്തിൻ്റെ ജനറലൈസ്ഡ് ഫോമാണ് ലെറ്റ് പി ബി എ പ്രൈം ആൻഡ് 0 ലെസ് ആൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ആൻ ഈക്വൽ ടു പി മൈനസ് 1 ദെൻ ആർ ഫാക്ടോറിയൽ ഇൻറ്റു പി മൈനസ് 1 മൈനസ് ആർ ഫാക്ടോറിയൽ എ പ്ലസ് മൈനസ് 1 റൈസ് ടു ആർ കോൺഗ്രുവൻറ്റ് 0 മോഡ് പി. കോൺവേഴ്സ് ഓഫ് വിൽസൺസ് തിയറും കൂടെ ഉണ്ട് നമുക്ക്. വിൽസൺസ് തിയറും അതിൻ്റെ കോൺവേഴ്സും ഉണ്ട്. അപ്പോൾ ആ തിയറം 7.2-ലാണുള്ളത്. If n is a positive integer such that n minus 1 factorial congruent to minus 1 mod n, then n is prime.
ഓക്കെ. അപ്പോൾ നമ്മൾ n പ്രൈം ആണെങ്കിൽ n-1 ഫാക്ടോറിയൽ കോൺഗ്രുവൻ്റ് 1 p-1 ഫാക്ടോറിയൽ കോൺഗ്രുവൻ്റ് -1 മോഡ് p നമ്മൾ പഠിച്ചു. ഇനി തിരിച്ച് n-1 ഫാക്ടോറിയൽ കോൺഗ്രുവൻ്റ് -1 മോഡ് p ഉണ്ടെങ്കിൽ അത് പ്രൈം ആണെന്നുകൂടെ നോക്കാം, പറയുന്നതാണ്. അതാണല്ലോ അതിൻ്റെ കോൺവേഴ്സ്. അതാണ് നമ്മുടെ തിയറം 7.2-ലുള്ളത്. നോക്കാം. അപ്പോൾ ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് പ്രൈം ആണെന്നാണ്. ബൈ കോൺട്രഡിക്ഷൻ, അതാണ് നമ്മൾ മെത്തേഡ് ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ബൈ കോൺട്രഡിക്ഷനാണ്. സപ്പോസ് n ഈസ് കോമ്പോസിറ്റ്. അപ്പോൾ n പ്രൈം ആണെന്ന് കാണിക്കണം, നമ്മൾ n കോമ്പോസിറ്റ് ആണെന്ന് എടുക്കുന്നു. സേ n ഈസ് ഈക്വൽ ടു a ഇൻറ്റു ബി. കോമ്പോസിറ്റ് നമ്പറിൻ്റെ ഫോം അങ്ങനെ ആയിരിക്കുമല്ലോ, വെയർ 1 ലെസ് ദാൻ a, b ലെസ് ദാൻ n. എയും ബിയും 1 അല്ല, അതിനിടയ്ക്കുള്ള 1നും n ഇടയ്ക്കുള്ള 2 നമ്പേഴ്സാണ്. അപ്പോൾ ഒരു കോമ്പോസിറ്റ് നമ്പറിൻ്റെ ഫോം ഇങ്ങനെ ആയിരിക്കും. ഇനി സിൻസ് a ഡിവൈഡ്സ് n, a എന്ന് പറയുന്നത് n-ൻ്റെ ഫാക്ടറാണ്, അതുകൊണ്ട് a ഡിവൈഡ്സ് n ആണ്. ആൻഡ് n ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ പ്ലസ് 1. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് n-1 ഫാക്ടോറിയൽ കോൺഗ്രുവൻ്റ് -1 മോഡ് n എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ n ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ പ്ലസ് 1 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ a ഡിവൈഡ്സ് n ആണ്. ആൻഡ് n ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ പ്ലസ് 1 ആയതുകൊണ്ട് a n-നെ ഡിവൈഡ് ചെയ്യുന്നു, n മറ്റതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ a ആരെ ഡിവൈഡ് ചെയ്യും, മൂന്നാമത് പറഞ്ഞ ആ n-1 ഫാക്ടോറിയൽ പ്ലസ് 1നെ ഡിവൈഡ് ചെയ്യും. ഇനി സിൻസ് 1 ലെസ് ദാൻ a ലെസ് ദാൻ n, a ഈസ് വൺ ഓഫ് ദി ഇൻറ്റിജേഴ്സ് 2 ത്രൂ n-1. ഇനി 1 ലെസ് ദാൻ a ലെസ് ദാൻ n എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മുതൽ n-1 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. സോ a ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മുതൽ n-1 വരെയുള്ള ഏതോ ഒരു നമ്പറാണ് n-1 ഫാക്ടോറിയലിനകത്തിൽ. അപ്പോൾ a കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. കാരണം n-1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ n-1 വരെയുള്ളതിൻ്റെ പ്രോഡക്റ്റാണ്. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിലേതെങ്കിലും വാല്യൂ ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുമല്ലോ. ദെർഫോർ ബൈ തിയറം 2.4-നകത്ത് പറഞ്ഞിരിക്കുന്നത്, അത് ഏറ്റവും ലാസ്റ്റ് ഞാൻ തിയറം 2.4 എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും ഇപ്പം a എന്ന് പറഞ്ഞ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നു, a എന്ന് പറഞ്ഞാൽ മറ്റൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ സമ്മിനെ ഡിഫറൻസിനെ എല്ലാം a ഡിവൈഡ് ചെയ്യും എന്നൊക്കെയാണ് ഇത് പറയുന്നത്. ലാസ്റ്റ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് a ഡിവൈഡ്സ്, അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് ബൈ തിയറം 2.4 a n-1 ഫാക്ടോറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, n-1 ഫാക്ടോറിയൽ പ്ലസ് 1നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് a ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ പ്ലസ് 1ൽ നിന്ന് n-1 ഫാക്ടോറിയൽ കുറയ്ക്കുന്നതിനെ ഡിവൈഡ് ചെയ്യും. n-1 ഫാക്ടോറിയൽ പ്ലസ് 1 മൈനസ് ഓഫ് n-1 ഫാക്ടോറിയൽ എന്ന് പറയാം. ദാറ്റ് ഈസ് a ഡിവൈഡ്സ് 1. സോ a ഈക്വൽ ടു 1, a കോൺട്രഡിക്ഷൻ. അപ്പോൾ a ഡിവൈഡ്സ് 1 എന്ന് വന്നു നമുക്ക് അല്ലേ. അപ്പോൾ a ഡിവൈഡ്സ് 1 ആണെങ്കിൽ a ഈക്വൽ ടു 1 ആണ്, a കോൺട്രഡിക്ഷൻ. കാരണം എന്തുകൊണ്ട് a 1 അല്ലെന്ന് നമ്മൾ ആദ്യമേ എഴുതിയത്, എയുടെ വാല്യൂ 1-നും n-നും ഇടയിലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടി. ദസ് n മസ്റ്റ് ബി എ പ്രൈം. ഓക്കെ. നെക്സ്റ്റ് റിമാർക്ക്. തിയറം 7.1 and 7.2 together gives a necessary and sufficient condition for a positive integer to be a prime. A positive integer n greater than or equal to 2 is a prime if and only if n-1 factorial congruent to -1 മോഡ് n. അപ്പം തിയറംസ് 7.1 7.2 അത് രണ്ടുകൂടെ നമുക്ക് ചേർത്തിട്ട് നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ, ഒരു പോസിറ്റീവ് ഇൻറ്റിജർ പ്രൈം ആണുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട്. എ പോസിറ്റീവ് ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ ഓർ 2 ഈസ് എ പ്രൈം ഇഫ് ആൻഡ് ഓൺലി ഇഫ്, ആ കണ്ടീഷനാണത് n-1 ഫാക്ടോറിയൽ കോൺഗ്രുവൻ്റ് ടു -1 മോഡ് n. ദിസ് കണ്ടീഷൻ പ്രൊവൈഡ്സ് എ സിമ്പിൾ ടെസ്റ്റ് ഫോർ പ്രൈമാലിറ്റി. അപ്പോൾ ഇത് ഒരു നമുക്ക് പ്രൈം ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ടു ചെക്ക് ഇഫ് n ഈസ് പ്രൈം, all we need to determine whether n-1 factorial congruent to -1 മോഡ് n. അപ്പോൾ ഒരു നമ്പർ പ്രൈം ആണോ എന്ന് അറിയാൻ വേണ്ടി n-1 factorial congruent to -1 മോഡ് n ആണോ എന്ന് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ 7-1 factorial എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 720 ആണ്, അത് കോൺഗ്രുവൻ്റ് ടു -1 മോഡ് 7 ആണ്. സോ 7 ഈസ് പ്രൈം. ഓൺ ദി അതർ ഹാൻഡ് 12-1 factorial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു 39 ആണ്. 39 അല്ലേ, ആ ഒരു വലിയ നമ്പർ കണ്ടില്ലേ, അതാണ്. അത് കോൺഗ്രുവൻ്റ് 0 മോഡ് 12 ആണ്. സോ നമുക്ക് -1 കിട്ടിയില്ല. സോ 12-1 ഫാക്ടോറിയൽ കോൺഗ്രുവൻ്റ് നോട്ട് കോൺഗ്രുവൻ്റ് -1 മോഡ് 12. അപ്പോൾ 12 എന്തല്ല, നമുക്ക് പ്രൈം അല്ലെന്നറിയാം, നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഷോയിങ് ദാറ്റ് 12 ഈസ് നോട്ട് എ പ്രൈം. അൺഫോർച്ചുനേറ്റ്ലി ദിസ് ടെസ്റ്റ് ഹാസ് നോ പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ്. ഇതിന് പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. കാരണം n-1 എന്ന് പറയുന്ന വലിയ നമ്പർ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
ഇത് ഡിവൈഡ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ കോൺഗ്രുവൻറ്റും -1 ആണോ എന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി ലെമ്മ 3.3 ഇഫ് പി ഈസ് എ പ്രൈം ആൻഡ് പി നമ്മൾ ഇത് ഇടയ്ക്ക് വന്നതാണ്, നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ള ലെമ്മയാണ്. ഇഫ് പി ഈസ് എ പ്രൈം ആൻഡ് പി ഡിവൈഡ്സ് എ ബി ദെൻ പി ഡിവൈഡ്സ് എ ഓർ പി ഡിവൈഡ്സ് ബി. തിയറം 2.4 ലെറ്റ് എ ബി സി ആൽഫ ആൻഡ് ബീറ്റ ബി എനി ഇൻഡിജേഴ്സ് ദെൻ. ഒന്നാമത്തെ ഇഫ് എ ഡിവൈഡ്സ് ബി ആൻഡ് ബി ഡിവൈഡ്സ് സി ദെൻ എ ഡിവൈഡ്സ് സി ആണ്, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. രണ്ടാമത്തെ ഇഫ് എ ഡിവൈഡ്സ് ബി ആൻഡ് എ ഡിവൈഡ്സ് സി ദെൻ എ ഡിവൈഡ്സ് ആൽഫ ബി പ്ലസ് ബീറ്റ സി. ലീനിയർ കോമ്പിനേഷനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ എ ബീനെയും സീനെ ഡിവൈഡ് ചെയ്ത് ബീൻ്റെ സീൻ്റെ ലീനിയർ കോമ്പിനേഷനെ ഡിവൈഡ് ചെയ്യും. ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ ഇൻറ്റു ബി പ്ലസ് മറ്റൊരു സ്കെയിലാർ ഇൻറ്റു സി ആണ് ലീനിയർ കോമ്പിനേഷൻ. ഇനി ഇഫ് എ ഡിവൈഡ്സ് ബി ദെൻ എ ഡിവൈഡ്സ് ബി സി ആയിരിക്കും. ഓക്കെ.